ടൈം ടു ഈറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഒരു 4 മണി പലഹാരമാണ്, ഉന്നക്ക എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിക്കാം. ഉന്നക്ക ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിന് ഞാൻ 3 നേന്ത്രപ്പഴം ഏത്തക്കായാണ്, അധികം പഴുത്തു പോകാത്തത് നോക്കിയെടുക്കുക. പിന്നെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് തേങ്ങാപ്പീര ഒരു 2 കപ്പോളം എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് 1/2 കപ്പ്, കിസ്മസും അതുപോലെ പകുതിയാക്കി നുറുക്കിയെടുക്കുക. കുറച്ച് ഏലക്ക പൊടിച്ചത് 1 ടീസ്പൂൺ എടുക്കുക. ഇനി നമുക്ക് ആദ്യമേ ഈ പഴം അതിൻ്റെ ഉള്ളിലുള്ള നാരുകളെല്ലാം കളഞ്ഞ് കറുപ്പൊക്കെ കളഞ്ഞെടുക്കണം. ഇതുപോലുള്ള നാരുകളെല്ലാം കളഞ്ഞെടുക്കണം. ഈ കറുത്ത തരിയും കളഞ്ഞെടുക്കാം. പഴയതുപോലെ പിളർന്നെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ള കറുപ്പ് നമുക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നിന്ന് പുഴുങ്ങിയെടുക്കണം. ഇനി അടുത്ത് ഒരു പാൻ അടപ്പത്ത് വെച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ചൂടായി കഴിയുമ്പോൾ 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കശുവണ്ടിയും മുന്തിരിങ്ങയും ഇട്ട് നമുക്കൊന്ന് പതിയെ ഫ്രൈ ആക്കി എടുക്കാം. പതിയെ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഞാൻ 4 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. പഞ്ചസാര കുറവ് മതിയുള്ള ആൾക്കാർക്ക് കുറവെടുത്താൽ മതി. ഏലക്കപ്പൊടിയും ഇട്ട് കൊടുക്കാം. പതിയെ ഫ്രൈ ആയാൽ മതി. ഇത് തീ ഓൺ ചെയ്ത് ഒന്ന് പതിയെ ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരു പിഞ്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പഴം പുഴുങ്ങിയതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുക്കണം. പഴം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി നന്നായിട്ട് ഇത് ഉടച്ചെടുക്കണം. വെള്ളമില്ലാതെ മാറ്റിയെടുക്കണം. നന്നായിട്ട് ഇതുപോലൊരു ഗ്ലാസിന്റെ മൂട് കൊണ്ടാണ് ഞാനിങ്ങനെ അമർത്തിയെടുക്കുന്നത്. നന്നായിട്ട് ഇങ്ങനെ ഉടച്ചെടുക്കുക. കൈ കൊണ്ട് നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കണം. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ ഇത്തിരി നെയ്യ് പുരട്ടിയിട്ട് ഇതൊന്ന് ഉരുളകളാക്കി എടുക്കണം. കട്ടി കുറക്കാതെ പരത്തിയെടുക്കാം. കട്ടി അധികം വേണ്ട, എന്നാൽ കുറച്ച് നൈസും ആയിരിക്കണം. തീരെ നൈസ് ആവാനും പാടില്ല. ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ പ്രസ് ചെയ്തെടുക്കണം. ഇതുപോലെ ഈ ഷേപ്പിലാക്കി എല്ലാം എടുത്തിട്ട് വരാം. ഇതുപോലെ എല്ലാവരും ചെയ്തു നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ്.
ഇതുപോലെ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് പതിയെ മറിച്ചു കൊടുക്കണം. ഇത് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. അതിനുശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക.